ഇറാനിലെ US സൈനിക പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആദ്യമായി സൂചിപ്പിച്ചപ്പോഴും ടെഹ്റാനിൽ വിശാലമായ ആക്രമണങ്ങൾ നടത്തിയതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. യുദ്ധം വളരെ പൂർണ്ണമായിരുന്നു എന്നും ഷെഡ്യൂളിനു മുമ്പേ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞുവെന്ന് ഒരു CBS ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 കടന്നിട്ടും ഇന്ത്യ പെട്രോളിന്റെ ചില്ലറ വിൽപ്പന വില ഉയർത്തില്ലെന്ന് കേന്ദ്ര സർക്കാരിലെ ഒരു ഉന്നത വൃത്തങ്ങൾ അറിയിച്ചു. പൂഴ്ത്തിവെപ്പ് തടയുന്നതിനും സിലിണ്ടറുകളുടെ തുല്യമായ വിതരണം ഉറപ്പാക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായി ഗാർഹിക LPG റീഫിൽ ബുക്ക് ചെയ്യുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ ഇടവേള നിലവിലെ 21 ദിവസത്തിൽ നിന്ന് 25 ദിവസമായി വർദ്ധിപ്പിച്ചു. ഇറാനുമായുള്ള യുദ്ധം അത്രയും കാലം നീണ്ടുനിന്നേക്കില്ല എന്ന ആശങ്കകൾ പ്രതീക്ഷയായി മാറിയതോടെ US ഓഹരി വിപണി ഒരു ഭ്രാന്തമായ അവസ്ഥയിലൂടെ കുതിച്ചുയർന്നു. എണ്ണവില ബാരലിന് ഏകദേശം $120 നിന്ന് $90 കുതിച്ചുയർന്നു. 2022 ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണിത്. ദേശീയ സുരക്ഷാ നിയമപ്രകാരം തടങ്കലിൽ നിന്ന് മോചിതനായ ശേഷം കാലാവസ്ഥാ പ്രവർത്തകൻ സോനം വാങ്ചുക് പ്രക്ഷോഭത്തിന്റെ പാത പിന്തുടരില്ല, മറിച്ച് ചർച്ചയിലൂടെയും സംവാദത്തിലൂടെയും ലഡാക്കിനുള്ള ഭരണഘടനാപരമായ സുരക്ഷകൾ ആവശ്യപ്പെടുന്ന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി തുടരുമെന്ന് ഭാര്യയും ഹിമാലയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആൾട്ടർനേറ്റീവ് ലേണിംഗിന്റെ സഹസ്ഥാപകയുമായ ഗീതാഞ്ജലി ജെ ആങ്മോ പറഞ്ഞു.